ഈ പച്ച വഴുതനങ്ങ കൊണ്ട് തയ്യാറാക്കിയ ഒരു കറിയാണിത്. നല്ല സ്വാദാണ് ഇത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. ചിലർക്ക് ഈ വഴുതനങ്ങ കഴിച്ച് കഴിയുമ്പോൾ വയറുവേദന എടുക്കുമെന്നും പറഞ്ഞ് കഴിക്കാതിരിക്കുന്നതാണ്. അത് ഒഴിവാക്കാൻ ഒരു ചെറിയ മാർഗ്ഗമുണ്ട്. തുടക്കത്തിൽ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുത്താൽ മതി. അധികം വേണ്ട, ഒരു നുള്ള് മതി, അല്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരല്പം കടുക് പിന്നെ ജീരകം രണ്ടും പൊട്ടിക്കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ച ആ വഴുതനങ്ങ ചേർത്ത് കൊടുത്തു. അരിഞ്ഞ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്ത വഴുതനങ്ങ കഷ്ണങ്ങളാണിത്. വെള്ളമൊന്നും ഇല്ലാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ആ വഴുതനങ്ങ ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കഷ്ണം, ചെറിയ കഷ്ണം മതി, ഇഞ്ചിയും 2-3 വെളുത്തുള്ളി അല്ലി ചതച്ചതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് സവാള അരിഞ്ഞതാണ്. വലിയ സവാളയാണെങ്കിൽ 1 ചേർത്താൽ മതി, ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. സവാള ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിയുന്നത്. ഒരു തക്കാളി ചേർക്കുന്നുണ്ട്, അധികം പുളിയില്ലാത്ത ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഇത് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും റെഡിയാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. 10 മിനിറ്റ് എന്നുള്ളത് ഒരു 15 മിനിറ്റ് വരെ ഇട്ടിരുന്നാൽ നന്നായിട്ട് വഴന്ന പരുവത്തിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഇതെടുക്കാം. ലാസ്റ്റ് 2 തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റുള്ളതാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.